ഹലോ, വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടോപ്പിക്കാണ്. ഹൗസ് ഹോൾഡ് ചോർസ്. എന്താണത്? വീട്ടുജോലികളാണ്. ഒരുപാട് വീട്ടുജോലികൾ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് എങ്ങനെ പറയണം? വരും നോക്കാം. എണീറ്റാൽ ഉടനെ ചെയ്യുന്ന ഒരു കാര്യമാണ് അലാറം ഓഫ് ചെയ്യുക എന്നുള്ളത്. എന്താണ് ഇംഗ്ലീഷിൽ പറയേണ്ടത്? ടേൺ ഓഫ് ദ അലാം. ടേൺ ഓഫ് ദ അലാം. ക്രീം തേക്കുക. മുഖത്ത്, കാലിലെ, കയ്യിലെല്ലാം ക്രീം തേക്കുന്നതിന് പുട്ട് ഓൺ ക്രീം എന്നാണ് പറയേണ്ടത്. പുട്ട് ഓൺ ക്രീം. കുളിക്കുക. ടേക്ക് എ ഷവർ. ടേക്ക് എ ഷവർ. മുടി ചീകുന്നതിനോ? കോം ഹെയർ. കോം ഹെയർ. ബെഡ് തട്ടി വിരിക്കുന്നതിന് മേക്ക് ദ ബെഡ്. മേക്ക് ദ ബെഡ്. മേക്ക് ദ ബെഡ്. പാചകം ചെയ്യുന്നതിനോ? മേക്ക് ദ ഫുഡ്. സ്വീപ്പ് ദ ഫ്ലോർ. അടിച്ചു വാരുക. നമ്മൾ എന്നും ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ, അടിച്ചു വാരുക. സ്വീപ്പ് ദ ഫ്ലോർ. തറ തുടയ്ക്കുന്നതിനോ? മോപ്പ് ദ ഫ്ലോർ. മോപ്പ് ദ ഫ്ലോർ. പാത്രം കഴുകുന്നതിന് എന്ത് പറയാം? ഡു ദ ഡിഷസ് അല്ലെങ്കിൽ വാഷ് ദ ഡിഷസ്. വാഷ് ദ ഡിഷസ് അല്ലെങ്കിൽ ഡു ദ ഡിഷസ്. രണ്ടും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം. വസ്ത്രങ്ങൾ അയൺ ചെയ്യാം അല്ലേ? അയൺ ചെയ്ത് സൂക്ഷിക്കുന്നതിനോ? അയൺ ദ ക്ലോത്ത്സ്. അയൺ ദ ക്ലോത്ത്സ്. തുണി തേക്കുക. ടവൽ വെച്ച് കഴുകിയ പാത്രങ്ങളെല്ലാം ഉണക്കിയെടുക്കാറുണ്ട് നമ്മൾ. വൈപ്പ് ദ ഡിഷസ്. വൈപ്പ് ദ ഡിഷസ്. വൈപ്പ് ദ ഡിഷസ്. എല്ലാം തുടച്ചെടുക്കുക. ടേബിൾ എങ്ങനെ ഒരുക്കിയെടുക്കാം? പാത്രങ്ങളും വിഭവങ്ങളും എല്ലാം നിരത്തി വെച്ച് നമ്മൾ ടേബിൾ റെഡിയാക്കാറുണ്ട്. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയണം? സെറ്റ് ദ ടേബിൾ. സെറ്റ് ദ ടേബിൾ. പൊടി തട്ടുക. ഷെൽഫിൽ, ടേബിളിൽ എല്ലാം നമ്മൾ പൊടി തട്ടിയെടുക്കാറുണ്ട്. ഡസ്റ്റ് ദ ഷെൽഫ്സ്. ഡസ്റ്റ് ദ ഷെൽഫ്സ്. ഹോംവർക്ക് ചെയ്യുന്നതിനോ? ഐ ഡു മൈ ഹോംവർക്ക്. പെറ്റ്സിന് ഫീഡ് ചെയ്യുന്നതിനോ? ഫീഡ് ദ ഡോഗ്. ഫീഡ് ദ ക്യാറ്റ്. തുണികൾ വിരിച്ചിടുക അല്ലേ? ഹാങ് അപ്പ് ദ ക്ലോത്ത്സ്. ഹാങ് അപ്പ് ദ ക്ലോത്ത്സ്. തുണി ഉണങ്ങുന്നതിന് വിരിച്ചിടുക. ഇനി തുണി മടക്കി വയ്ക്കാനാണെങ്കിലോ? ഫോൾഡ് ദ ക്ലോത്ത്സ്. ഫോൾഡ് ദ ക്ലോത്ത്സ്. ചെടികൾ നനയ്ക്കാൻ നമ്മൾ എന്ത് പറയാം? വാട്ടർ ദ ഫ്ലവേഴ്സ്. വാട്ടർ ദ ഫ്ലവേഴ്സ്. എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണേ.